അല്ല, ഒരു മുത്തശ്ശിയാണല്ലോ അവിടെ ഇരിക്കുന്നത്. എന്തോ ഒരു സുഖമില്ലാന്ന് തോന്നുന്നു, അതിനെ കണ്ടിട്ട് പാവം തോന്നുന്നു. എന്തെങ്കിലും ഭക്ഷണം എന്തെങ്കിലും കഴിച്ചു വയ്ക്കൂ. ആകെ ക്ഷീണിച്ച് നിൽക്കുന്നുണ്ടല്ലോ. ഒന്ന് അവിടെ പോയി അന്വേഷിച്ചു നോക്കിയാലോ. പാവാണ്, ഒറ്റക്കാണ് തോന്നുന്നു. പോയി നോക്കട്ടെ. മുത്തശ്ശി, മുത്തശ്ശി, എന്താ ഇവിടെ അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നേ? ആരാ മോളെ? ഇതിലെ പോയപ്പോ ഈ വഴിന്ന് മുത്തശ്ശിനെ കണ്ടപ്പോ വന്നതാണ്. മുത്തശ്ശി കണ്ണ് കാണൂല മോളെ, അതാ മുത്തശ്ശി ഇങ്ങനെ ഇരിക്കുന്നേ. കണ്ണ് കാണൂല അല്ലേ? മുത്തശ്ശി ഭക്ഷണം എന്തെങ്കിലും കഴിച്ചോ? ഒന്നും കഴിച്ചില്ല. കണ്ണ് കാണാത്തോണ്ട് വയ്യല്ലോ എനിക്ക്, പുറത്തൊന്നും പോവാൻ പറ്റുന്നില്ല മോളെ. അതുകൊണ്ട് ആരെങ്കിലൊക്കെ പുറത്ത് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ തരുമായിരുന്നു. അപ്പോൾ മുത്തശ്ശിക്ക് വയ്യാത്തോണ്ട് ഒന്നിനും പറ്റുന്നില്ല. മുത്തശ്ശി തൽക്കാലം ഇപ്പൊ ഇത് വെച്ചോളിട്ടോ. സന്തോഷം മോളെ. ആരെങ്കിലൊക്കെ ഉണ്ടാവും ഇതുപോലെ മുത്തശ്ശീനെ സഹായിക്കാൻ. ഞാൻ പോയിട്ട് വരട്ടെ മുത്തശ്ശി. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ വീടും ഈ മുത്തശ്ശിയും ഒക്കെ ആകെ വിഷമത്തിലാണല്ലോ കണ്ടിട്ട്. ഇനിയിപ്പോൾ ആരവരൊന്ന് സഹായിക്കാൻ വരും? ആരെങ്കിലും അറിയപ്പെടണ്ടേ? ആരെങ്കിലും കാണണ്ടേ? എനിക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമോ റബ്ബേ? ഞാൻ എന്താ ചെയ്യണ്ടേ? ഇത് ചെയ്തു വെക്കാം. എന്തായാലും നല്ലത് എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചാല് മുത്തശ്ശിൻ്റെ അടുത്ത് ആരെങ്കിലും വരുവുള്ളൂ. എന്തായാലും നല്ലതെന്തെങ്കിലും ഒന്ന് എഴുതാം. എൻ്റെ 50 രൂപ ഇവിടെ ഇഷ്ടപ്പെട്ടു. എന്താ ഇത്? അതുകൂടെ എഴുതിയേക്കാം. കണ്ണ് കാണാത്ത ആളാണ്. എത്തിക്കാമോ? ഇത് മതി. ഇവിടെ എവിടെയെങ്കിലും കെട്ടി തൂക്കാം. ഇവിടെ ഇപ്പൊ കെട്ടി തൂക്കൂ. ഇവിടെ കെട്ടി തൂക്കൂ. അങ്ങനിപ്പോ ഇത് എവിടെയെങ്കിലും കെട്ടി വെക്കണല്ലോ. ഇനിയിപ്പോ ഇതെല്ലാരും കാണും. ഇനിയിപ്പോ മുത്തശ്ശിക്ക് എന്തെങ്കിലും കിട്ടും, സഹായം എന്തെങ്കിലും കിട്ടിക്കോളും. എനിക്ക് സമാധാനത്തിൽ പോവാലോ. ഇനി നല്ല മനസ്സുള്ള ആരെങ്കിലൊക്കെ ഈ ബോർഡ് കണ്ടാൽ മുത്തശ്ശിനെ സഹായിച്ചോളൂ. അൽഹംദുലില്ലാ. ബോർഡല്ല, എന്താണ്? എൻ്റെ 50 രൂപ ഇവിടെ നഷ്ടപ്പെട്ടു. ഞാൻ കണ്ണ് കാണാത്ത ആളാണ്. കിട്ടുന്നവർ ഈ വിലാസത്തിൽ എത്തിക്കുക. ഇവിടെ 50 ഉറുപ്പിയൊന്നും കാണുന്നില്ലല്ലോ. എനിക്ക് തോന്നുന്നു ആരോ എടുത്തുകൊണ്ടുപോയിരുന്നു. എൻ്റെ കൈമിലുള്ള പൈസ കൊണ്ടേ കൊടുക്കാം. എവിടാണ് സ്ഥലം? ആ ഭാഗത്താന്ന് തോന്നുന്നു. പോയി നോക്കട്ടെ. ഇതാണ് തോന്നുന്നു മുത്തശ്ശിൻ്റെ വീടും. മുത്തശ്ശി, ആരാ? മനസ്സിലായില്ലല്ലോ മോളെ. ഇതാ മുത്തശ്ശിൻ്റെ അടുത്ത് വീണുപോയ 50 ഉറുപ്പിയതാ. മനസ്സിലായില്ലല്ലോ മോളെ. മുത്തശ്ശി വെച്ചിട്ടില്ല. അവിടെ ഞാനൊരു ബോർഡ് കണ്ടു. മുത്തശ്ശി അങ്ങനെയാണോ? മുത്തശ്ശിക്ക് എഴുത്തും വായനൊന്നും അറിയില്ല മോളെ. കുറെ ആൾക്കാർ ഇങ്ങനെ തന്നെ വന്നിട്ട് എന്നെ കണ്ടിങ്ങനെ പൈസ തന്നിട്ട് പോയി. മുത്തശ്ശി അങ്ങനത്തെ ബോർഡൊന്നും വെച്ചിട്ടില്ലല്ലോ. ആണല്ലേ? എന്നാലും സാരില്ല. അതാ മുത്തശ്ശി. ആണോ? സന്തോഷം മോളെ. മോള് പോകുമ്പോ ആ ബോർഡൊന്നും എടുത്ത് മാറ്റുമോ? മുത്തശ്ശി അങ്ങനെ ബോർഡൊന്നും വെച്ചിട്ടില്ല മോളെ. എന്നാലും ആ ബോർഡ് ആരേക്ക് വെച്ചത്? മുത്തശ്ശി അറിയ പോലും ഇല്ല എന്നാ പറയണ. എന്നാലും ആ ബോർഡ് ആരേക്ക് ആര് വെച്ചതാണെങ്കിലും നല്ല ആളാണ്. പഠിച്ചവൻ അവർക്ക് എല്ലാവിധ അനുഗ്രഹവും കൊടുക്കട്ടെ. ഇങ്ങനെ കഷ്ടപ്പെടുന്നവർക്കൊക്കെ ആരെങ്കിലൊക്കെ ഇങ്ങനെ സഹായിക്കുകയാണെങ്കിൽ എത്ര നല്ലതായിരിക്കും. സന്തോഷമായി. എന്തായാലും ഇനി സമാധാനമായിട്ട് പോവാ. ഇനി ഇത് ബോർഡ് കാണുന്നവര് മുത്തശ്ശിക്ക് എന്തെങ്കിലും നല്ല മനസ്സുള്ളവർ എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തോളൂ.